നമ്മുടെ കെ വി തോമസ് മാഷ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഫെഡറലിസത്തോടുള്ള വെല്ലുവിളിയാണ് ഇന്നലെ നിത്യാനന്ദ റായ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നൽകിയ കത്ത് എന്നുള്ളത്. ശരിക്കും മിനിസ്റ്റർ, അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. കേന്ദ്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. മിനിസ്റ്റർ അവിടെ ഈ ചൂരൽമലയിലെ ദുരന്തബാധിതർക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ്. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടുകൂടി ചെയ്തിരുന്ന മിനിസ്റ്ററാണ്. മിനിസ്റ്റർ അടക്കമാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിൽ ചീഫ് സെക്രട്ടറിയെ സഹായിച്ചതുമെന്ന് എനിക്കറിയാം. നമ്മൾ കൊടുത്ത കത്തുകൾക്കും നമ്മളുടെ അഭ്യർത്ഥനകൾക്കും ഒന്നും ഒരു തരത്തിലുള്ള പ്രാധാന്യവും കേന്ദ്രം നൽകിയില്ലേ? യഥാർത്ഥത്തിൽ അത് ദുരന്തബാധിതരോടുള്ള വെല്ലുവിളിയാണോ ഫെഡറലിസത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കെ വി തോമസ് മാഷ് പറയുന്നു. എങ്ങനെയാണ് മിനിസ്റ്റർ ഈ കേന്ദ്രം നൽകിയ മറുപടിയെ കാണുന്നത്? അല്ല, നിത്യാനന്ദ റോയുടെ ഈ കത്ത് തന്നെ കേരളത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. കേരളത്തിനോട് എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനോടല്ല, കേരളത്തിലെ ജനങ്ങളോടാകെ, പ്രത്യേകിച്ച് ചൂരൽമലയിലെ ദുരന്തബാധിതരെ വീണ്ടും ആക്രമിക്കാൻ കഴിയും വിധത്തിലുള്ള അപകടകരമായിട്ടുള്ളൊരു കത്താണ് ഈ കത്ത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എനിക്ക് തോന്നിയതിലൊരു പ്രയാസം ഈ കത്തിൽ, തോമസ് മാഷ്ക്ക് അയച്ച കത്തിൽ നിത്യാനന്ദ റോയ്, ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ തവണയും STRFന്റെ റൂൾസിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള കേരളത്തിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി നേരിട്ട് പോയി കണ്ടതാണ്. അദ്ദേഹം നമ്മളോട് പറയുകയാണ്, വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉൾപ്പെടെ വിജ്ഞാപനം ചെയ്ത 12 ദുരന്തങ്ങൾ STRFന്റെ ലിസ്റ്റിൽപ്പെടുത്തും, NDRFന്റെ ലിസ്റ്റിൽപ്പെടുത്തണമെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തമാകണം. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു കാര്യം, നാഷണൽ ഡിസാസ്റ്റർ എന്ന ഗണത്തിൽ ഇത് പെടുത്താനാകില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിനോട് വേറെ അർത്ഥത്തിൽ പറയുകയല്ല, പക്ഷെ ഇത്തരം ഒരു ദുരന്തഘട്ടത്തിൽ കേരളത്തിന് ക്ലാസ് എടുക്കാൻ വരേണ്ട ഒരു കാര്യമില്ല. ഇതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ കേരളത്തിലും കേരളത്തിലെ ഭരണകൂടത്തിലും കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടത് നാഷണൽ ഡിസാസ്റ്റർ എന്ന കേവലമായിട്ടുള്ള ഒരു പദപ്രയോഗത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. എത്രയോ ദിവസങ്ങളായി അരുണറിയാം, ആദ്യത്തെ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്നത് മുതൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ദേശീയ ദുരന്ത പ്രതികരണ ഘട്ടത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, NDRFന്റെ നോംസ് അനുസരിച്ച് നിങ്ങൾ ഏതു ഡിസാസ്റ്ററിൽ ഇതിനെ പെടുത്തുന്നു, L0, L1, L2, L3, അവിടെയാണല്ലേ പ്രശ്നം. അതിന് മറുപടി പറയാൻ നിത്യാനന്ദ റോയുടെ ഈ കത്ത് പറ്റിയില്ലല്ലോ. കേവലമായൊരു സാങ്കേതികത്വം പറയുകയാണ്, ഇതിനെ ദേശീയ ദുരന്തമായി കാണാനാകില്ല. ഞാൻ ചോദിക്കട്ടെ, ദേശീയ ദുരന്തമായി കണ്ട നിരവധി സംഭവങ്ങൾ, അതായത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ, അത് മതി, ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. എന്താണ് L0, L1, L2, L3? അരുണ് നന്നായിട്ട് അറിയാം, എന്നാലും റിപ്പോർട്ടറിലൂടെ പൊതുസമൂഹം കൂടി അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. 4 കാറ്റഗറിയായി തിരിക്കുമ്പോൾ L0 സാധാരണ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, L1 ഒരു ജില്ലയ്ക്കകത്ത് നിൽക്കാവുന്ന ദുരന്തങ്ങൾ, L2 ഒരു സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാവുന്ന ദുരന്തങ്ങൾ, L3 ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ, അത് സംസ്ഥാനത്തിന് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ദുരന്തമല്ല എന്ന് സംസ്ഥാനം തന്നെ നേരിട്ട് പറയുകയാണ്. ആ ഘട്ടത്തിൽ L3യിൽ ഇതിനെ പെടുത്തണമോ എന്ന കാര്യം പരിശോധിക്കാനാണല്ലോ ആഗസ്റ്റ് 7 മുതൽ 10 വരെ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം നമ്മളെല്ലാവരും കണ്ടതുപോലെ വയനാട്ടിൽ വന്നത്. ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്തിനാണ് ഒരു സംസ്ഥാനത്ത് വരുന്നത്? ഡിസാസ്റ്റർ ടൂറിനല്ലല്ലോ. അവർ വരുന്നത് 2 ക്വസ്റ്റ്യനാണ് അവരുടെ മുമ്പിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ, അതായത് രാജ്യം മുഴുവൻ കൈകാര്യം ചെയ്യേണ്ട ദുരന്തമായി കാണണോ? 2, ഇക്കാര്യത്തിൽ കേരളത്തിന് ആവശ്യമായ, അതല്ല ഏത് സംസ്ഥാനമാണോ അതിനാവശ്യമായ തുക എത്രയാണോ കൊടുക്കേണ്ടത്, ഈ 2 കാര്യം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ വന്ന കേന്ദ്ര സംഘം, കേരളത്തിലെ സംഘവും കേരളത്തിലെ മന്ത്രിമാരുമായി ഞങ്ങൾ ഈ ദുരന്തം യഥാർത്ഥത്തിൽ കണ്ടു എന്ന് പറയുകയും അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് ഒരു 100 ദിവസം കഴിയുമ്പോൾ കേന്ദ്ര സഹമന്ത്രി കേരളത്തിൻ്റെ പ്രതിനിധിക്ക് കത്തയക്കുകയാണ്, ഇത് ദേശീയ ദുരന്തമായി കാണാനാവില്ല, ദേശീയ ദുരന്തമാകണമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, L3 നമ്മൾ പറഞ്ഞത്, L3 ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. ഒരഭിപ്രായമില്ല. അരുൺ, 3 കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്? 1 ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ, 2 സെക്ഷൻ 13 അനുസരിച്ച് വയനാട്ടിലെ 10, 11, 12 മേപ്പാടി പഞ്ചായത്തിലെ വാർഡുകളിൽ ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളൽ, 3 അധിക സഹായം. ഇവിടെ എന്തൊരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിനോട് നടത്തുന്നത്. STRFൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള പൈസയുണ്ട്. എന്തൊരു തെറ്റായ വർത്തമാനമാണ് ഈ പറയുന്നത്. ഡിസാസ്റ്റർ ഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് STRFൽ നൽകുന്ന പണം ഒരിക്കലും ആ വർഷം കഴിഞ്ഞാൽ പിന്നെ ഇല്ലാതായി പോകുന്നില്ല, ലാപ്സായി പോകുന്നില്ല, അതിങ്ങനെ തുടരുകയാണ്. ആ തുടരുന്ന സംഖ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ ഫ്ലഡ് റോഡുകൾ പണിയുന്ന കാര്യത്തിലായിരിക്കും, കർഷകർക്ക് കടാശ്വാസം പിന്നെ വിളകളുടെ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിലായിരിക്കും. ഇതെല്ലാം ഒരു പൊതു നോംസിൻ്റെ അടിസ്ഥാനത്തിലല്ലേ.
STRF-ൽ പണിയുന്ന പണം ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്ക് ഏതെങ്കിലും വിധത്തിൽ കൊടുക്കാൻ കഴിയുന്ന പണമാണോ? അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പണം 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ഒരു വർഷം കിട്ടേണ്ട 21.20 കോടി രൂപയിലേക്ക് കേന്ദ്രം തന്നിട്ടുള്ള നഷ്ടമാണ്. അത് ചൂരൽമലയ്ക്ക് മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. ഇപ്പോൾ നീലേശ്വരത്തുണ്ടായ പടക്ക സ്ഫോടനവുമായി ബന്ധപ്പെട്ട ദുരന്തത്തിൽ നമ്മൾ എടുത്തു കൊടുക്കുന്ന പണം STRF-ന്റെ പണമല്ലേ? തിരുവനന്തപുരത്ത് ഒരു മഴ പ്രശ്നം ഉണ്ടായാൽ നമ്മൾ കൊടുക്കുന്ന പണം STRF-ന്റെ പണമല്ലേ? പക്ഷേ STRF-ലെ പണം അവർ പറയുന്ന കർശനമായ മാനദണ്ഡങ്ങൾക്കല്ലാതെ കൊടുക്കാമോ? ഈ നിത്യാനന്ദ റായിയെ തന്നെ 3 തവണ നേരിട്ട് കണ്ടു ഞാൻ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഫ്ലഡ് റിലീഫിൽ 1 കിലോമീറ്ററിന് 75,000 രൂപ ആകെ കൊടുക്കാൻ പറ്റുള്ളൂ. STRF-ന്റെ മാനദണ്ഡം അനുസരിച്ച് ഏതെങ്കിലും വിധത്തിൽ ഒരു ചുമരിടിഞ്ഞു പോയി ഒരു വീട് വീഴാൻ നിൽക്കുകയാണെങ്കിൽ വീഴുന്നതിന് മുമ്പ് സഹായിക്കാൻ പറ്റില്ലായിരുന്നു. വീണ് തകർന്നടിഞ്ഞാൽ ഈ പറയുന്ന STRF സഹായം കൊടുക്കാം.